ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ച LDF തീരുമാനത്തിൽ പ്രതിഷേധവുമായി RJD വഹിക്കുന്ന ബോർഡ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ തിരിച്ചു നൽകും. മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നിഷേധിച്ചതിന് പിന്നാലെ വാഗ്ദാനം ചെയ്തിരുന്ന ലോക്സഭാ സീറ്റ് നൽകാത്തതിനാലാണ് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ തിരിച്ചു നൽകുന്നത്. ഇന്ന് ചേർന്ന RJD സംസ്ഥാന നേതൃയോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, RJDയുടെ ആവശ്യം നേരത്തെ മുന്നണി തള്ളിയതാണ്, അത് അവരെ അറിയിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഈ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ തിരിച്ചു നൽകാൻ പോകുന്നു. ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നതിനെ മുന്നണി നേതൃത്വം കാണുന്നത് എങ്ങനെയാണ്, അലക്സ്? റിജിത്ത്, കടുത്ത പ്രതിഷേധം അറിയിക്കുകയാണ് രാഷ്ട്രീയ ജനതാദൾ എന്നുള്ളതാണ്. നേരത്തെ തന്നെ LDFിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾ അത് തീരുകയും സീറ്റ് വിഭജനം പൂർത്തിയാവുകയും ചെയ്തിരുന്നു. 15 സീറ്റിൽ CPM മത്സരിക്കാനും അതുപോലെ 4 സീറ്റിൽ CPI മത്സരിക്കാനും 1 സീറ്റിൽ കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസ് മത്സരിക്കും എന്നുമാണ് LDF തീരുമാനിച്ചത്. അത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം LDF കൺവീനർ നടത്തിയതുമാണ്. പക്ഷേ RJD നേരത്തെ തന്നെ തങ്ങൾക്ക് ലോക്സഭാ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകിയില്ലെന്ന് മാത്രമല്ല, ഉഭയകക്ഷി ചർച്ച പോലും നടത്തിയില്ല LDF എന്നൊരു വിമർശനമാണ് RJD നടത്തുന്നത്. ഇന്ന് RJDയുടെ സംസ്ഥാന നേതൃയോഗം ചേർന്നിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേർന്നത്. ജില്ലാ പ്രസിഡന്റും അതുപോലെ സംസ്ഥാന ഭാരവാഹികളൊക്കെ യോഗത്തിൽ പങ്കെടുത്തു. ഇതിലാണ് LDFനെതിരെ രൂക്ഷ വിമർശനം RJD ഉന്നയിച്ചിരിക്കുന്നതും പ്രതിഷേധം അറിയിച്ചിരിക്കുന്നതും. ഈ സീറ്റ് നൽകാത്ത പശ്ചാത്തലത്തിൽ അതിൽ പ്രതിഷേധവുമായി RJD തങ്ങൾക്ക് കൈവശമിരിക്കുന്ന ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ തിരിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, അവർ പറയുന്ന വിമർശനം ഇങ്ങനെയാണ്: ഉഭയകക്ഷി ചർച്ചകൾ നടത്താതെ ഈ LDF സീറ്റ് വിഭജനം നടത്തുന്നത് തന്നെ ഇത് ആദ്യത്തെ സംഭവമാണ്. ഉഭയകക്ഷി ചർച്ച നടത്തണം, ഉഭയകക്ഷി ചർച്ച വേണമെന്ന് RJD നേരത്തെ രേഖാമൂലം LDF കൺവീനറോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതും മുഖവിലേക്ക് എടുത്തില്ല. നേരത്തെ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണമെന്ന് RJD ആവശ്യപ്പെട്ടിരുന്നു, അത് പരിഗണിച്ചില്ല. അതിനു പിന്നാലെ മുൻപ് വാഗ്ദാനം ചെയ്തിരുന്ന ലോക്സഭാ സീറ്റിൽ തങ്ങളെ പരിഗണിക്കണമെന്നൊരു ആവശ്യം കൂടി നൽകിയിരുന്നു. അതും പരിഗണിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ തങ്ങളുടെ കൈവശമിരിക്കുന്ന കോർപ്പറേഷൻ അതുപോലെ ബോർഡ് സ്ഥാനങ്ങൾ തിരിച്ചു നൽകാനുള്ള തീരുമാനമെന്ന് RJD വ്യക്തമാക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിസ്വാർത്ഥരായ സോഷ്യലിസ്റ്റുകൾ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ അല്ലെങ്കിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഇടങ്ങളിൽ അവിടങ്ങളിലെ LDF MLA-മാരെ വിജയിപ്പിച്ചവരാണെന്നാണ് പറയുന്നത്. അത് മുഖ്യമന്ത്രിക്ക് ഒരു പരോക്ഷ മറുപടിയാണ്. കാരണം കഴിഞ്ഞ LDFൽ മുഖ്യമന്ത്രി പറഞ്ഞത് സോഷ്യലിസ്റ്റുകൾ സഹകരിക്കണം, ഈ സീറ്റ് വിഭജനത്തിൽ സഹകരിക്കണമെന്നാണ് മുഖ്യമന്ത്രി LDFൽ പറഞ്ഞത്. അതിലാണ് അത്തരത്തിലൊരു പ്രതികരണം RJD നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും കടുത്ത പ്രതിഷേധം രാഷ്ട്രീയ ജനതാദൾ അറിയിക്കുന്നു. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.